കൊച്ചി കുണ്ടന്നൂരിൽ തോക്ക് ചൂണ്ടി 80 ലക്ഷം രൂപ കവർന്ന കേസിൽ 2 പേർ കൂടി പിടിയിലായി. എറണാകുളം ജില്ലാ കോടതി അഭിഭാഷകൻ നിഖിൽ നരേന്ദ്രനും പെൺസുഹൃത്ത് ബുഷ്രയുമാണ് പിടിയിലായത്. മുഖംമൂടി ധരിച്ചെത്തി പണം കൊള്ളയടിച്ച മുഖ്യപ്രതി ജോജി സംസ്ഥാനം വിട്ടതായാണ് നിഗമനമെന്ന് പോലീസ് പറഞ്ഞു. സിനിമാ ദൃശ്യങ്ങളെ വെല്ലുന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസം എറണാകുളം കുണ്ടന്നൂരിൽ മോഷണം നടന്നത്. പട്ടാപ്പകൽ മുഖംമൂടി അണിഞ്ഞെത്തിയ സംഘം തോക്ക് ചൂണ്ടി 80 ലക്ഷം രൂപ കൊള്ളയടിച്ചു. കൃത്യമായ ആസൂത്രണമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന നിഗമനം ശരിവെക്കുന്നതായിരുന്നു കവർച്ചയുടെ ദൃശ്യങ്ങൾ. കുണ്ടന്നൂരിലെ സ്റ്റീൽ കമ്പനിയിൽ ആദ്യം 2 പേരെത്തുകയും നിരീക്ഷണം നടത്തുകയും ചെയ്തു. തുടർന്ന് കാറിലൊരു സംഘം മുഖംമൂടി അണിഞ്ഞ് തോക്കും ആയുധങ്ങളുമായി എത്തി. കടയിലുണ്ടായിരുന്ന ജീവനക്കാരെ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി 80 ലക്ഷവും കവർന്നു. 20 ലക്ഷം രൂപ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. കേസിൽ 5 പ്രതികളാണ് പോലീസിന്റെ പിടിയിലായത്. കേസിൽ ഇന്ന് എറണാകുളം ജില്ലാ കോടതി അഭിഭാഷകനായ നിഖിൽ നരേന്ദ്രനും പെൺസുഹൃത്ത് ബുഷറയും പോലീസിന്റെ പിടിയിലായി. ഇവരാണ് കവർച്ച ആസൂത്രണം ചെയ്തതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പണമിരട്ടിപ്പ് വാഗ്ദാനം ചെയ്ത് നടന്ന കൊള്ളയാണിതെന്ന നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘവും. അതേസമയം മുഖംമൂടി ധരിച്ചെത്തി കൊള്ള നടത്തിയ മുഖ്യപ്രതി ജോജിയെ കണ്ടെത്താൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഇയാൾ സംസ്ഥാനം വിട്ടതായാണ് പോലീസിന്റെ സംശയം. 1 കൂടുതൽ പ്രതികളുള്ളതുകൊണ്ട് കൊള്ളയടിച്ച പണം പ്രതികൾ പലയിടങ്ങളിലായി സൂക്ഷിക്കാൻ സാധ്യതയുണ്ടെന്നും പോലീസ് വിലയിരുത്തുന്നു. ദിവസങ്ങളോളം നിരീക്ഷണം നടത്തിയ ശേഷമാണ് പണം കൊള്ളയടിച്ചതെന്ന് പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട്. പണമിരട്ടിപ്പ് വാഗ്ദാനം ചെയ്താണ് 80 ലക്ഷം രൂപ കൊള്ളയടിച്ചത്. മുഖ്യപ്രതി ഇപ്പോഴും ഒളിവിലാണ്. അയാളെ ഉടൻ പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ഷാഹിൻ ആന്റണി, ന്യൂസ് മലയാളം, കൊച്ചി.